ജനങ്ങൾക്ക് പ്രാണവേദന, ഗോപിക്ക് പൂരവേദന. അടുത്ത തൃശൂർ പൂരത്തിന് വരുന്ന മെയ് 7 വരെ സമയമുണ്ടെന്നിരിക്കെ കഴിഞ്ഞ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ അമിട്ടിന് തിരികൊളുത്തി സുരേഷ് ഗോപി. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി, നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുകയും നിരവധി പേരെ കാണാതായ വേദനയിൽ നിന്ന് ജനങ്ങൾ മുക്തരാകാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി അനവസരത്തിൽ പൂര വിവാദവുമായി രംഗത്തെത്തുന്നത്. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായപ്പോൾ ജനങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ നേരിയതും മുണ്ടുകൊടുത്ത് തമ്പ്രാൻ കളിച്ച് സല്യൂട്ട് എടുപ്പിച്ച് അല്പത്തരം കാണിച്ച് അമ്പലപ്പറമ്പുകളിലൂടെ കിടന്ന് മെഴുകുകയാണ് കക്ഷി. വയനാട് ദുരന്തത്തിൽ എന്നല്ല, അദ്ദേഹത്തിന്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട സമീപകാല വിഷയങ്ങളിലൊന്നും സുരേഷ് ഗോപിക്ക് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ആയിട്ടില്ല. കേന്ദ്ര സഹമന്ത്രിയായ ശേഷവും ഭരചന്ദ്രൻ IPSന്റെ പ്രേതം ഗോപിയെ വിട്ടു പോയിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ചെയ്തികളിൽ നിന്നും സംഭാഷണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു ചെറിയ വിഷയം ഗോപി തനത് ശൈലിയിലിട്ട് പരത്തി ഇരിക്കുന്നത് കാണുക. കമ്പും കഴമ്പുമില്ലാത്ത ആ പരത്തൽ കണ്ടാലും പുതുതായി ഒരു വ്യക്തമായ പശ്ചാത്തലമൊരുങ്ങട്ടെ, പിന്നെ അത് വേൾഡ് ഹെറിറ്റേജ് എലമെന്റായിട്ട് ഏതൊക്കെ എടുക്കാൻ പറ്റും ഇതിനകത്ത് എന്നുള്ളത് നോക്കട്ടെ. എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഒരു മിനിമം സ്റ്റാൻഡേർഡ്. സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതിനകത്ത് വലിയ പ്രധാനമാണ്. ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ആണ് വരുന്നത്. നമുക്ക് നമ്മുടെ ഡിപ്ലോമാറ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അവരുടെ സേഫ്റ്റി. അപ്പോൾ സേഫ്റ്റിയുടെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അതനുസരിച്ച് കൂടി വലുതാവും അല്ലേ. നമ്മുടെ ആൾക്കാരുടെ ജീവന് വില കുറവെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അങ്ങനെ ചില സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ പരിഹാരം കാണുമ്പോൾ വിഷയം ഉണ്ടായതിന് പ്രതിവിധി അല്ല നമ്മൾ നോക്കുന്നത്. ഒരു പെർഫെക്റ്റ് പൂരം എന്ന് പറഞ്ഞാൽ പഴയ പൂരം, സ്വാതന്ത്ര്യമുള്ള പൂരം. ഇതിന്റെ ആസ്വാദകർക്ക്, ഇതിന്റെ പ്രേമികൾക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യമുള്ള, അപകടരഹിതമായ സ്വാതന്ത്ര്യമുള്ള ഒരു പൂരം, അതിന്റെ പുനഃസ്ഥാപനം എന്ന് തന്നെ വിചാരിച്ചോളൂ. പക്ഷെ അത് നവസ്ഥാപനമായിരിക്കും. 2022 വിന്റർ സെഷനിൽ വനം പരിസ്ഥിതി വകുപ്പിന്റെ അമെൻമെന്റ് എന്താണെന്ന് പഠിക്കും. ആ അമെൻമെന്റ് ആര് തടഞ്ഞു എന്നും പഠിക്കും. അതെന്തിനു വേണ്ടി, ആർക്കൊക്കെ വേണ്ടി തടഞ്ഞു എന്നും പരിശോധിക്കും. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റദ്ദ് ചെയ്തതും പഠിക്കും. അതിന്ന് നിലവിലുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കും. അതിനി നടപ്പിലാക്കേണ്ടത് സ്റ്റേറ്റ് സബ്ജക്റ്റ് കൂടിയായതുകൊണ്ട് അതിനകത്ത് പല എലമെന്റ്സും കൺകറന്റ് ലിസ്റ്റിലും ഉള്ളതാണ്. അതുകൊണ്ട് അതിനൊരു GOR ഇറക്കണം. ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഇറക്കി, ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. അസമിൽ ഇത് അവർ തുടങ്ങിക്കഴിഞ്ഞു, ബീഹാറിൽ തുടങ്ങാൻ പോകുന്നു പഴയ സോൻപൂർ മേള. ചർച്ചയുടെ ഇപ്പം എല്ലാവരും ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെല്ലാം, കാരണം ആവശ്യങ്ങളുടെ ആഘാതം എന്ന് പറയുന്നത് അതിനകത്ത് അനുവദനീയമായത് എത്ര എന്നൊന്നും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനൊക്കത്തില്ല. ചില നിർദ്ദേശങ്ങൾ അങ്ങോട്ട്, ചില പോംവഴികൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇതെല്ലാം കോടതി അംഗീകരിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുന്ന ആവശ്യങ്ങൾ, അവകാശങ്ങൾ, അത് ജനങ്ങളുടെ പക്ഷത്തുള്ള ആവശ്യങ്ങളും അവകാശങ്ങളുമാണ്. അത് നമുക്ക് നിഷേധിക്കാനൊക്കത്തില്ല. പക്ഷെ നിയമപരമായ സാധ്യതകൾ നമുക്ക് നിഷേധിക്കാനും ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ നടന്നതിൻ്റെ വിശദീകരണം നമുക്ക് പറയാനായിട്ടില്ല. ഇതിൻ്റെ ഒരു വേദന ഈ വർഷത്തെ പൂരം നടത്തിപ്പിൽ ഞാനും കൂടി അറിഞ്ഞതാണ്. അത് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരും കണ്ടില്ല. അപ്പോൾ ഇതിനി വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. ഇത് കോടതി പറയാത്ത, കോടതി നിർദ്ദേശിക്കാത്ത, കോടതിയുടെ അറിവിലില്ലാത്ത ചില എക്സസീവ് എക്സസൈസ് ഓഫ് അൺലിമിറ്റഡ് പവർ വാസ് അറ്റ് ഡിസ്പ്ലേ വിച്ച് പെയിൻഡ് മീ. ജനങ്ങളെ അത് വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് എനിക്കത് വേദനയായിട്ട് എനിക്കും സ്വീകരിക്കേണ്ടി വന്നത്. ആ വേദനയ്ക്കൊരു പരിഹാരം കാണും. എന്ത് നിങ്ങൾ അവിടെ എത്ര പണം ചെലവാക്കി ചെയ്താലും അത് ജനങ്ങളുടെ ആസ്വാദനത്തിനും ആനന്ദത്തിനും വേണ്ടിയാണ്. ശിവകാശിയിൽ കണ്ട്
സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ അവിടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. പടക്കം നിർമ്മിക്കപ്പെട്ട് സ്റ്റാക്ക് ചെയ്തിരുന്ന ഇടത്തിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ നിന്നുണ്ടായ സ്ഫോടനം. അതിൽ നിന്ന് 33 ഹൗ മെനി ഡെത്ത്സ്? 36 മരണങ്ങൾ. അപ്പോൾ അപകട സാധ്യതയുള്ള മേഖല അത് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കണം. ഇവിടെ ഷൊർണൂരിനടുത്തുണ്ടായ പടക്ക നിർമ്മാണശാല, അതിൻ്റെ നിയമസാധുത, ഇതെല്ലാം അന്ന് നിങ്ങളൊക്കെ പരിശോധിച്ചതല്ലേ. അത് തുടരാൻ ആവില്ല. അപ്പോൾ ഇതിനങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പം ഇന്നലെ അവരവിടെ ഉന്നയിച്ചത് പ്രവർത്തിക്കാൻ ആരോഗ്യ പരിരക്ഷ, ആരോഗ്യത്തിന് നേരെയുള്ള ഭീഷണി, അതിൻ്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരുന്നു. ഓരോ വർഷവും കുറഞ്ഞു വരുന്നു. ഓരോ വർഷം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു 5-6 സീസണുകളാണ് തമിഴ്നാട്ടിൽ മാത്രമുള്ളത്. പക്ഷേ അതൊന്നുമല്ലാത്ത പല സീസണുകളും തമിഴ്നാട് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും ഉണ്ടാവുന്നുണ്ട്. അതിനും പടക്കം എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനാണ് തമിഴ്നാട്. അപ്പോൾ അവർക്കങ്ങനെ ഒരു ഇൻഡസ്ട്രിയലൈസേഷനുള്ള ഒരു അടിത്തറ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് സാധ്യമായെങ്കിൽ അതവർ നവീകരിച്ച് ഇന്നത്തെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ അത് കൊണ്ടുവന്നെങ്കിൽ നമുക്കതിനുള്ള ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം കൊണ്ട് നമുക്ക് രാജ്യത്തിൻ്റെ GDP-യിലേക്കും GST കളക്ഷനിലേക്കും ഒക്കെ വർധനവുണ്ടാക്കാൻ സാധിക്കുന്ന അപകടരഹിതമായ അല്ലെങ്കിൽ അപകട നിയന്ത്രിതമായ ഒരു അന്തരീക്ഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട്. നോക്കാം. അതിപ്പം ആരും ഇവിടെ അത് ആവശ്യപ്പെട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം വരട്ടെ, പരിഗണിക്കപ്പെടും. ഹൈക്കോടതി പറഞ്ഞതാണ് പെസോ അപകടങ്ങളുടെ, ഇപ്പോൾ പുറ്റിങ്ങൽ അപകടം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് വയ്ക്കാൻ ഒക്കത്തില്ല. പുറ്റിങ്ങൽ എന്തുകൊണ്ടുണ്ടായി എന്ന് പറയുന്ന ഫാക്ച്വൽ സ്റ്റഡി നടന്നോ? ഫാക്ച്വൽ ഡേറ്റ ഗ്യാദർ ചെയ്തിട്ടുണ്ടോ? ഇതാണ് അപകട കാരണം എന്ന് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? എനിക്കറിയില്ല. ഉണ്ടോ? നിങ്ങളുടെ അറിവിലുണ്ടോ? ഇല്ല. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് അതുണ്ടായിട്ടേ ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. ഉണ്ടാവാതെ തന്നെ തുടരട്ടെ. ചിനക്കത്തൂർ പൂരം, ഉത്രാളിക്കാവ് പൂരം, നെന്മാറ വേലയുമായി അനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട്, അതൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കണം. വടക്കുന്നാഥ് ക്ഷേത്ര മൈതാനത്തെ ചുറ്റി ഒരു കവചം സൃഷ്ടിക്കുന്നത് അത് മനുഷ്യനായാലും അത് മറ്റ് സ്ഥാപനങ്ങളായാലും ആ സ്ഥാപനങ്ങളിലിരിക്കുന്ന പൊരുൾ, ഒരുപാട് ഹോട്ടലുകളില്ലേ, അതിലെയൊക്കെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഈ വെടിക്കെട്ട് സാമ്പിൾ നടക്കുമ്പോഴും വെടിക്കെട്ടിൻ്റെ അന്നും ഉപചാരം ചൊല്ലി പിരിയുന്ന സമയത്തുള്ള പകൽ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടുന്ന സമയത്ത് അവിടുന്ന് നീക്കം ചെയ്യണമെന്ന് പെസോയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ പറഞ്ഞിട്ടുണ്ടോ? കടയിൽ നിന്ന് തൊഴിലാളികളെ ഒഴിവാക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ഗ്യാസ് സിലിണ്ടേഴ്സ് നീക്കിയിട്ടുണ്ടോ എന്ന് ഹാവ് യു എവർ ചെക്ക് ദി പ്രസൻസ് ഓഫ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഇൻ ദി പെരിഫറി ഓഫ് ദാറ്റ് ഫുട്പാത്ത്? In case, have you asked them to evacuate gas cylinders as well? Sir, we have system. And you have found it clear of gas Sir, cylinders? Sir, we have trained team is there with the I help doubt. of the I doubt, sir. Sir, with the help of the MOPNG. So there are. That is why we have Sir. taken them on board. Sir. i2i News, an eye for truth.